മെത്രാപ്പൊലീത്ത തിരുമേനി, ജോഷ പിതാവ്, ബർണബാസ് തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വാത്സല്യമുള്ള ദൈവജനമേ, തിരുപ്പിറവിയുടെ സന്തോഷം, സമാധാനം എല്ലാവർക്കും ആശംസിക്കട്ടെ. മാർത്തോമാ സഭയുടെ സംഗീത സംവേദന വിഭാഗമായിരിക്കുന്ന DSMNC വാർഷികമായി അവതരിപ്പിക്കുന്ന ക്രിസ്മസ് വിളംബരം തിരുവല്ലായിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുവെങ്കിലും ആധുനിക ഇലക്ട്രോണിക് മീഡിയയുടെ ആവിർഭാവത്തോടുകൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾക്ക് ലഭ്യമായിരിക്കുന്നു എന്നത് തന്നെ എത്രയോ അത്ഭുതകരമാണ്. ഈ ഗാന വിരുന്ന് ഒരുക്കിയ എല്ലാവരെയും ഹാർദമായി അനുമോദിക്കട്ടെ. പ്രത്യേകിച്ച് DSMCക്ക് നേതൃത്വം കൊടുക്കുന്ന സക്രിയ ജോൺ അച്ഛനും ജോൺ മത്തായച്ചനും വിശേഷാൽ അഭിനന്ദനം അർഹിക്കുന്നു. വളരെയധികം ക്ലേശിച്ച് പരിശീലനം നടത്തി വളരെ മനോഹരമായ രീതിയിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച എല്ലാ ഗായക സംഘങ്ങളെയും അനുമോദിക്കുന്നു. വിശേഷിച്ചും ഈ സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടിയത് കുരുന്നുകളുടെ സുന്ദരമായ ഗാനങ്ങളും ഡാൻസുകളുമാണ്. അവരുടെ സാന്നിധ്യം വാസ്തവത്തിൽ തിരുപ്പിറവിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സഹായകരമായി. അതുകൊണ്ട് നിങ്ങളെല്ലാം അനുമോദിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുപ്പിറവി എന്ന് പറയുന്നത് ഡിവൈൻ മൂവ്മെൻറ്റ് ടുവേഡ്സ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. മനുഷ്യമധ്യത്തിലേക്കുള്ള ദൈവത്തിൻ്റെ രംഗപ്രവേശനമാണ്. യേശുക്രിസ്തുവിലൂടെ പുൽക്കൂട്ടിൽ പൂജാതനായതിലൂടെ സാധ്യമായി. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തിരുപ്പിറവിയോടനുബന്ധിച്ച ദൈവദൂതന്മാർ വളരെയധികം സജീവമാകുന്നു. We find a lot of heavenly movements as well as the earthly movements. മലഹമാർ സ്വർഗീയ ഗാനങ്ങളുമായി ആട്ടിടയരുടെ സമീപത്തേക്ക്, മലഞ്ചെരുവിലേക്ക് നീങ്ങുകയാണ്. ആ ആട്ടിടയന്മാർ ബേത്ലഹേമിലെ പൈതലിൻ്റെ സന്നിധിയിലേക്ക് നീങ്ങുന്നു. എവിടെ നിന്നൊക്കെയോ വിദ്വാൻമാർ ഒറ്റയ്ക്കും കൂട്ടമായും ബേത്ലഹേമിലേക്ക് വരുന്നു. എന്നിട്ട് വാന നക്ഷത്രം സഞ്ചരിച്ചുകൊണ്ട് ഈ പുൽക്കൂടിന് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ദൈവിക സംഘം, ദ ഹെവൻലി ബോഡീസ്, the earthly community all merge at Jesus the child. യേശു എന്ന ഈ പൈതലിന് ചുറ്റും മാലാഖമാരും ആട്ടിടയരും വിദ്വാൻമാരും നക്ഷത്രവും, ഈവൻ ദി അറ്റൻഷൻ ഓഫ് ഹെറോദ് ഈസ് ദർ. ഉണ്ട്. ഈ പൈതൽ ഒരു സാധാരണ പൈതലല്ല. ഈ പൈതൽ ഒരു അത്ഭുത ശിശുവാണ്. യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്, അത്ഭുത ശിശുവാണ്. ടാഗോർ പറയുകയുണ്ടായി, എവറി ബർത്ത് പ്രൊക്ലെയിംസ് ദാറ്റ് ഗോഡ് ഹാസ് നോട്ട് ലോസ്റ്റ് ഹോപ്പ് ഇൻ ഹ്യൂമാനിറ്റി. ഓരോ ജനനവും വിളിച്ചോതുന്നത് ദൈവത്തിന് മനുഷ്യനിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ പുൽക്കൂട്ടിൽ പിറന്ന പൈതൽ ഒരു പ്രത്യാശയുടെ കേന്ദ്രമാണ്, ഉറവിടമാണ്. ഹോപ്പ് ഫോർ ഹ്യൂമാനിറ്റി, ജീസസ് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഫോർ ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. ദൈവദൂതന്മാർ ആട്ടിടയരോട് ഉദ്ഘോഷിച്ചത് സർവ്വ മനുഷ്യർക്കും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കും. എന്തോ ആ സന്തോഷം? യേശു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പൈതലിൻ്റെ ജനനം ഒരു മഹാസന്തോഷം എല്ലാ മനുഷ്യർക്കും, ജാതി മത ലിംഗ വിവേചനമില്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു മഹാസന്തോഷമാണ് നൽകുന്നത്.
ഇന്ന് ഈ ലോകത്തിൽ ഈ സന്തോഷമുണ്ടോ? വേദനിക്കുന്ന, കണ്ണീരൊഴുക്കുന്ന, ക്ലേശിക്കുന്ന ജനങ്ങളുടെ ഒരു വലിയ സംഘത്തിന് ചുറ്റുമാണ് നാം കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് തിരുമേനി കെനിയയിലെ ചേരികൾ സന്ദർശിച്ചതിന് ശേഷം 1,00,000-ഓളം വരുന്ന ചേരി ജനങ്ങളെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, പണക്കാരുടെയും അധികാരപ്രമുഖരുടെയും കർമ്മഫലമായി ഉണ്ടായ സമൂഹത്തിൻ്റെ വ്രണമാണ് ഈ ചേരി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ചേരി എന്ന് പറയാവുന്ന പുൽക്കൂട്ടിലാണ് യേശുക്രിസ്തു ജാതനായത്. എന്തിനു വേണ്ടിയാണ്? അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയാണോ? അല്ല, ഈ പുൽക്കൂട്ടിൽ ഒരു പൂക്കാലമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ പ്രപഞ്ചത്തെ പാടെ വ്യത്യസ്തമാക്കുന്നതിന് വേണ്ടിയാണ്. വേൾഡ് കൗൺസിലിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന എമിലിയോ കാസ്ട്രോ പറഞ്ഞു, ഇൻകാർണേഷൻ ഈസ് ദ അഫർമേഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ്. തിരുവവതാരം എന്ന് പറയുന്നത് ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറപ്പാക്കലാണ്. ഇനി ഇതിൻ്റെ രണ്ടിനും കഴുത്തിൽ കത്തിവെച്ചിരിക്കുക. ജീവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, സ്നേഹം ഞെരിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ തിരുവവതാരം വളരെ പ്രസക്തമാണ്. ഇറ്റ് ഈസ് എ അഫർമേഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ഒരു പൈതലായി പിറന്നതിലൂടെ ഉറപ്പാക്കുന്നത് ദ വാല്യൂ ഓഫ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളുടെ മൂല്യമാണ്. മറ്റൊരു രീതിയിൽ യേശുക്രിസ്തുവിനെ അവതരിക്കാമായിരുന്നു. എന്നാൽ ഒരു പൈതലായി, ഒരു മനുഷ്യനായി പിറന്നു. മുമ്പേ തിരുമേനിമാർ രണ്ടുപേരും സൂചിപ്പിച്ചു, ദ ഹ്യൂമൻ ഫേസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ മനുഷ്യ മുഖമാണ് യേശുക്രിസ്തുവിൽ കാണുന്നത്. ഒരു പൈതലായി പിറന്നതിലൂടെ ദ വാല്യൂ ഓഫ് ചിൽഡ്രൻ, ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ലൈഫ്, അതിനെയാണ് ഉറപ്പിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം കുഞ്ഞുങ്ങൾ വിവിധ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. കുഞ്ഞുങ്ങൾ എബ്യൂസ് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്, കൊല്ലപ്പെടുന്നൊരു കാലഘട്ടമാണ്, ദുരുപയോഗപ്പെടുന്നൊരു കാലഘട്ടമാണ്, അവരുടെ ഭാവി മുരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 1 മാസമായി എന്നെ വേദനിപ്പിക്കുന്നതും ഞാൻ എല്ലായിടത്തും പറയുന്നതുമായ ഒരു സീനുണ്ട്. നിങ്ങൾ കണ്ടു കാണും ടെലിവിഷൻ ചാനലിൽ. അത് എന്ന് പറയുന്നതായൊരു ടർക്കിയിലെ ബാലൻ, ചുവന്ന ഷർട്ടും പച്ച നിക്കറുമിട്ട ഒരു 3.5 അടി നീളം വരുന്ന ബാലൻ തുർക്കിയിലെ കടൽ തീരത്ത് ചത്തടിക്ക് കിടക്കുകയാണ്. അവനെ വിഴുങ്ങുവാൻ അറച്ചു നിൽക്കുന്ന തിരമാലകൾ വളരെ വേദനിപ്പിക്കുന്നൊരു ചിത്രമാണ്. ആ പ്രദേശങ്ങളിലുണ്ടായ IS-ൻ്റെ ആക്രമണത്തിന്, ഭീകരപ്രവർത്തനത്തിന് ഇരയായി സ്വന്തം വീടും നാടും കൂടും വിട്ട് പലായനം ചെയ്ത കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്ന് വേറിട്ടുപോയ ഒരു പിഞ്ചു ബാലൻ മരിച്ചു കിടക്കുന്ന ചിത്രമാണ്. അങ്ങനെ എത്രയോ ബാലന്മാർ, എത്രയോ വയോജനങ്ങൾ, എത്രയോ യുവതീയുവാക്കൾ ഇന്ന് നാം സ്വസ്ഥമായി ഇവിടെ ഇരിക്കുമ്പോൾ ചത്തടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സമൃദ്ധമായ ജീവൻ നൽകുന്നതിന് വേണ്ടി യേശുക്രിസ്തു മനുഷ്യ ജീവൻ ഉൾക്കൊണ്ടു. ഈ സമൃദ്ധമായ ജീവൻ പ്രാപിക്കണമെങ്കിൽ ബേത്ലഹേമിലേക്ക് നാം ഒരു യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ടായില്ല. ക്രിസ്മസിൻ്റെ കേന്ദ്രമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആവഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ രൂപാന്തരം സാധ്യമായി തീരൂ. അഫർമേഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ്, സ്നേഹം, അതിനുവേണ്ടിയുള്ള ദാഹം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണുന്നു. സ്വന്തം ഭാര്യയെ, മാതാവിനെ, മകനെ ഒക്കെ കൊല്ലുകയും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്ന വളരെ ക്രൂരമായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടം സ്നേഹത്തിന് വില കൊടുക്കാതെ കണ്ട് ഫോൾസ് ലവ്, തെറ്റായ സ്നേഹം, ഇന്ന് ഫേസ്ബുക്കിലൂടെയൊക്കെ നടക്കുന്ന സ്നേഹവും അതിൻ്റെ അനുഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉപരിപ്ലവമായ സ്നേഹം,
അതിൻ്റെ മധ്യത്തിലാണ് യേശുക്രിസ്തു സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യനെ സ്നേഹിച്ചത്. ഈ സ്നേഹം ആഴമായൊരു സ്നേഹം, എന്തും കൈവിടുന്ന ഒരു സ്നേഹം, എന്തും കൈക്കൊള്ളുന്നതിനുള്ള സ്നേഹമല്ല. ആധുനിക കാലഘട്ടത്തിലെല്ലാം പ്രോസസ്സ് ചെയ്യുന്നതിന്, ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്നേഹത്വരയാണ് കാണുന്നത്. എന്നാൽ ക്രിസ്തുവിൽ കാണുന്ന സ്നേഹം അഗപ്പേ ലവ്, എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹമാണ്. സ്വർഗം വിട്ട ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, ഭൂമി വിട്ട് ക്രൂശിൽ കയറി, ക്രൂശ് വിട്ട് വീണ്ടും സ്വർഗം, വീണ്ടും അത് വിട്ട് ഭൂമിയിലേക്ക് വരും. എവറിത്തിങ് ഈസ് ഗിവിങ് അപ്പ്. സ്നേഹം എന്ന് പറയുന്നത് ഗിവിങ് എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളി, നമുക്കൊക്കെയുള്ള വെല്ലുവിളി, ഹൗ മച്ച് വി ആർ പ്രിപ്പയർ ടു ഗിവ് ടു മേക്ക് ദ ലൈഫ് ഓഫ് അതേഴ്സ് എ ബെറ്റർ വൺ. അവരുടെ ജീവിതത്തെ അർത്ഥവത്തും സമൃദ്ധവുമാക്കുന്നതിന് എന്നുമാത്രം നമ്മുടെ ജീവിതത്തെ പകരുവാൻ കഴിയും. എൻ്റെ പ്രിയ സ്നേഹിതരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഉത്സവം ആയി ഇന്ന് ലോകം ആചരിക്കുന്നു. കമ്പോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മാർക്കറ്റാണ്. എന്നാൽ ഏറ്റവും സന്തോഷിക്കേണ്ടത് ഒന്നുമില്ലാത്തവരാണ്. കാരണം അവരുടെ ബന്ധത്തിൽ അവരെ തേടിയാണ് എല്ലാം വിട്ട് യേശു ക്രിസ്തു വന്നത്. യേശു ഇന്ന് എവിടെയാണ്? വേർ ഈസ് ദ മെയിഞ്ചർ ടുഡേ? വി ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്. ഇന്നത്തെ പുൽക്കുടിലുകളിൽ കർത്താവിൻ്റെ ജനനം നടക്കുന്നുണ്ട്. ആ കർത്താവിനെ കാണുന്നതിന് വേണ്ടി അന്ന് ആട്ടിടയിലും വിദ്വാൻമാരും പോയതുപോലെ ആ കർത്താവിനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു തീർത്ഥയാത്ര സഭയ്ക്ക് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. കണ്ടവരെല്ലാം വേറെ വഴിയായി പോവുകയാണ് ചെയ്തത്. വിദ്വാൻമാർ ദേ ടുക്ക് എ ഡിഫറെൻറ്റ് റൂട്ട്. ഏഞ്ചൽസ് വെൻറ്റ് ബാക്ക്. ആട്ടിടയർ മറ്റു മാർഗത്തിലൂടെ പോയി. എവരിബഡി വെൻറ്റ് വിത്ത് എ ഡിഫറെൻറ്റ് റൂട്ട്. ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി ക്രിസ്മസ്, ആധുനിക കാലഘട്ടം, ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നിലവിലിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു വ്യവസ്ഥയിൽ, നാം പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതചര്യയിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതചര്യ, ഒരു വ്യത്യസ്തനായ ഗുരുവിൻ്റെ വ്യത്യസ്തരായ ജനമായിരിക്കുവാൻ ക്രിസ്മസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് റിസീവിങ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ടു ദ ഇന്നർ പാർട്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മറിയ ഉദരം കൊടുത്തതുപോലെ നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. യേശു നമ്മിൽ ഉരുവാകട്ടെ, നമ്മിൽ വളരട്ടെ. അനേകർ കണ്ട് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെക്കുന്നതിന് ഇടയാകട്ടെ. ഈ ക്രിസ്മസ് അനുഗ്രഹമാകട്ടെ, പുതുവർഷം ധന്യമാകട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. CSI